വെൽക്കം ടു വിനീഷിബ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടി വെച്ച ടോപ്പ് നമ്മളിപ്പോൾ തയ്ക്കാൻ തുടങ്ങുവാണേ. അത് ഞാനിപ്പോൾ തയ്ക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമുക്കിത് തയ്ച്ച് തുടങ്ങാമേ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അടി അങ്ങ് മടക്കി തയ്ക്കാം. ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി തയ്ക്കാം. നമ്മൾ രണ്ടിൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടിയിട്ട് നോച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഫ്രണ്ട് പീസിങ് എടുക്കുവാണേ. എടുത്തിട്ട് നമ്മൾ നല്ല തുണി എടുത്ത് അതിൻ്റെ സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്കിപ്പോൾ അത് തയ്ച്ചെടുക്കാം. ലൈനിങ്ങിൻ്റെ സെൻറ്ററും നല്ല തുണിയുടെ സെൻറ്ററും ചേർത്ത് ഇങ്ങനെ വെച്ച് ഞാൻ അടിച്ചിട്ട് ഞാൻ ഫുള്ള് ലൈനിങ് അടിച്ചിട്ടേ തയ്ക്കുള്ളൂ. അതേപോലെ ഇത് തിരിച്ചിട്ടിട്ട് ഈ ഭാഗം തയ്ക്കും. നോക്കുമ്പോൾ തന്നെ ഇതിനകത്തൂടെ നമുക്ക് കാണാം ലൈനിങ് എവിടെയുള്ളതെന്നും ഒക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ തച്ച് കൈ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. ഇത് ലൈനിങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ ഇതങ്ങ് വെട്ടിയെടുക്കുക. എക്സ്ട്രാ ഉള്ളതങ്ങ് വെട്ടിയെടുക്കുക. ഇത് വെട്ടി നല്ല സൂപ്പറായിട്ട് വെച്ച് ഇപ്പം നമുക്ക് മറ്റേ പീസും എടുത്ത് ഇതേപോലെ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ ജോയിൻ ചെയ്ത് തുടങ്ങാം. ഇതും തയ്ച്ച് കഴിഞ്ഞു. ഇതും അങ്ങ് കട്ട് ചെയ്തെടുത്തേക്കാം. വെട്ടി കഴിഞ്ഞ് അരമണിക്കൂർ മതി ചുരിദാർ തയ്ച്ചെടുക്കാൻ. ലൈനിങ് ചുരിദാർ കട്ടക്കട്ടകാന്ന് കഴിയും. പിന്നെ സിന്തറ്റിക് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ലേറ്റ് ആവും. ഇതിൻ്റെയും പണി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് വെക്കാൻ തുടങ്ങാം. തുണി നല്ലതായിട്ട് ഇങ്ങനെ വിരിച്ച് വിട്ടിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇത് അയൺ ചെയ്യുന്നൊന്നുമില്ല. ഇത് അയൺ ചെയ്യുമ്പോൾ അയൺ ചെയ്യാൻ സമയമില്ല. ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇതിൻ്റെ സെൻറ്റർ വെച്ചുകൊണ്ട് ഇത് നമ്മൾ ഞാൻ തയ്ക്കുക. തയ്ക്കുമ്പോൾ ഈ സെൻറ്ററും കറക്റ്റായിരിക്കുന്നത് നോക്കിയൊക്കെ വേണം. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ട് ഇത് വെട്ടിയെടുക്കുക. നമുക്ക് ഈ ക്യാൻവാസ് ഈ എക്സ്ട്രാ വിട്ടേക്കുന്ന തുണി അങ്ങ് മടക്കി തയ്ക്കണേ. നമുക്ക് ഫ്രണ്ട് പീസിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കിക്കോണം, ഫ്രണ്ട് പീസ് നമ്മൾ ഓൾറെഡി ഇവിടെ
നോച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറിപ്പോകരുതേ. കഴുത്ത് ഒന്ന് മാർക്കൊന്നുകൂടെ കാണാവുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തോളാം. ഇതിനൊക്കെ നമുക്ക് ആദ്യം തന്നെ സെൻറ്റർ മാർക്ക് ചെയ്യാതെ വെച്ചാൽ ചിലപ്പം വളഞ്ഞു പോകും നെക്ക്. അതുകൊണ്ട് ആദ്യം തന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കറക്റ്റ് മടക്കണം, ഇവിടെ കറക്റ്റ് മടക്കണം. ഒരു ചോക്ക് വെച്ചൊരു മാർക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റ് സെൻറ്ററിൽ വെക്കണം. സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെയും നമ്മുടെ മാർക്ക് കറക്റ്റ് സെൻറ്ററിൽ വരണം. ഇവിടെ സെൻറ്ററിൽ കൊണ്ട് കുത്തി അങ്ങ് ഇറക്കിയിട്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തയ്ച്ച് പോന്നേക്കാം. വെട്ടിയിട്ട് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം സെൻറ്റർ കറക്റ്റ് ആണെന്ന്. നമുക്കിപ്പോൾ ഇത് വെട്ടിയെടുക്കാം. ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്, സെൻറ്ററിൽ ഒരു കട്ട്. അതേപോലെ ഇവിടെയൊക്കെ ചെറിയ കട്ടുകൾ കൊടുക്കുക. ഇവിടെ കട്ട് കൊടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് നീറ്റായിട്ട് തിരിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മളിപ്പോൾ ഇങ്ങോട്ടങ്ങ് മടക്കി കൈ കൊണ്ടൊന്ന് തേച്ചാൽ തന്നെ അത് നല്ല അങ്ങ് ഇരുന്നോളും. ഉണ്ടോ, ഇങ്ങനെ കിട്ടി. അപ്പം നമുക്കിത് ഇതിൻ്റെ മേളിലോട്ടൊന്ന് തയ്ക്കാം. നല്ല കറക്റ്റ് വെച്ച് തയ്ക്കണേ, നീറ്റായിരിക്കണം. അപ്പോഴേ ആ ഓരത്തിൽ കൂടെ തയ്യൽ വന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ കൊണ്ട് നിർത്തുക. ഇത് തിരിക്കണം. തിരിച്ചിട്ട് അടിയിലെ തുണിയൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് അതേപോലെ ഇവിടെയും കൊണ്ട് നിർത്തണം. നിർത്തിയിട്ട് വീണ്ടും തിരിക്കുക. നെക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കും അതേപോലെ കറക്റ്റായിട്ട് സെൻറ്റർ കട്ട്, കഴുത്തിൻ്റെ വിഡ്ത്ത് കറക്റ്റായിട്ട് നോക്കി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 3/4 ഇഞ്ച് ഇവിടുന്ന് അങ്ങ് വെട്ടിയെടുത്തേക്കാം. നമുക്ക് ഇങ്ങനെ 3/4 ഇഞ്ച് വെട്ടിയിട്ട് ഞാൻ അത് ഇങ്ങനെ അങ്ങ് മടക്കി തയ്ക്കുക. ചുമ്മാ ഒരു ഫോൾഡ്. വെറുതെ ഒരേ ഒരു ഫോൾഡ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് ഇത് വെച്ച് നമുക്കിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് കഴുത്ത് വെക്കണം, നെക്ക് കോളർ വെക്കണം. ഞാനിത് 2 ഇഞ്ച് വീതിയിലാണ് തുണി കട്ട് ചെയ്തേക്കുന്നത്.
സ്ട്രൈറ്റ് തുണി തികയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 പീസ് എടുത്ത് കട്ട് ചെയ്തേ. എന്നിട്ട് ഞാൻ കറക്റ്റ് സെൻറ്റർ വെച്ച് ഒരു 2-3 സ്റ്റിച്ച് അങ്ങ് കൊടുക്കുവാണേ. സ്റ്റിച്ച് കൊടുത്തു. നമ്മൾ ഒരു കുറച്ച് ലേസ് ഉണ്ട് ബ്ലാക്ക്, അതും കൂടി ഇതെല്ലാം അറ്റാച്ച് ചെയ്യുക. വെച്ച് ലേസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം റെഡി. നമുക്ക് 1.25 ഇഞ്ച് ഉണ്ട്. ഇത് ഞാനൊന്ന് ഓവർലോക്ക് അടിച്ചിട്ട് വരാമേ. ലേസും ചേർത്ത് 1.25 ഇഞ്ച് ഉണ്ട് ഇതിപ്പം. ഇത് നമുക്കിത് കഴുത്തേൽ അറ്റാച്ച് ചെയ്യാം. ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കണേ. സെൻറ്റർ നോക്കിയിട്ട് ഒരു മാർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ജോയിൻ്റ് വരുന്നല്ലോ, ഈ ജോയിൻ്റ് കറക്റ്റ് അവിടെ വരുന്ന പോലെ വെച്ച് കൊടുക്കാം. കറക്റ്റ് അവിടെ ജോയിൻ്റ് വരുന്ന പോലെ വെച്ച് കൊടുത്താൽ നീറ്റായിരിക്കും കാണാൻ. കറക്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കുക. പിടിച്ച് നോക്കിയിട്ട് ഒരേ അളവിൽ വെച്ച് താഴേന്ന് നമ്മളിപ്പോൾ തയ്ച്ച് വരും. കറക്റ്റ് 1/4 ഇഞ്ച് നമ്മൾ ഓവർലോക്ക് അടിച്ചേക്കുന്നതിൻ്റെ വെളിയിലായിട്ട് വന്നിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ അവിടുന്ന് തയ്ച്ച് പോരുക. കറക്റ്റ് 1/4 ഇഞ്ച് എല്ലായിടത്തിലും ഒരേ ഗ്യാപ്പ് വരുന്ന പോലെ. തയ്യൽ നീറ്റായിരിക്കണം. കസമുസാന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തയ്യൽ പോകാതെ നീറ്റായിട്ട് തയ്ച്ച് ദൂരേക്കാം. തയ്ക്കുന്ന അളവ് കറക്റ്റായിരിക്കണേ. മാറിപ്പോയാൽ ഒരിടത്ത് കോളർ വലുതും ഒരിടത്ത് കോളർ ചെറുതായിട്ട് ഇരിക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ കറക്റ്റ് രണ്ടും എടുത്ത് വിടണം. ഒന്നിന് മുകളിൽ ഒന്ന് ഓവർലാപ്പ് ആകുന്ന പോലെ എടുത്ത് വിട്ട് ഇവിടം തയ്ക്കണം. കാണുന്നുണ്ടോ? ഇവിടെ നമുക്ക് കറക്റ്റ് ഇവിടം. ഞാനിപ്പോൾ 8 ഇഞ്ച് ഇറക്കം വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. ഇത് ഇങ്ങോട്ട് ഓവർലോപ്പ് ആകുമ്പോൾ ഇവിടെ അങ്ങ് അടഞ്ഞു പോകും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുമാതിരി ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അത് കാരണം ഇതിങ്ങോട്ടും അതിൻ്റെ പുറത്ത് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇത് അടിയിലോട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങോട്ട്, ഏത് കറക്റ്റായി വരുന്നോ അങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ച് വൃത്തിക്ക് അതങ്ങ് തയ്ച്ചെടുക്കണം. ഇവിടെ കുറുകെ ഓക്കെ. കഴുത്തിൻ്റെ പണി കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ ഒരേപോലെ കട്ട് ചെയ്തിട്ട് ഇടും അങ്ങ് മടക്കി തയ്ച്ചേക്കണം. ഇങ്ങോട്ട് അകത്തോട്ട് മടക്കി ഇതങ്ങ് തയ്ച്ച് വെച്ചേക്കണം. കഴുത്ത് കണ്ടോ? നീറ്റായിട്ടില്ലേ? നല്ല നീറ്റിനൊക്കെ അല്ലേ? ലേസൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? ഇനി നമുക്ക് കൈ തയ്ക്കാം. 2 സൈഡ് നമ്മൾ ഇപ്പം ലൈനിങ് ജോയിൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര ഉണ്ട്? എനിക്ക് 5.5 ഇഞ്ചാണ് വേണ്ടത്. ഇതിപ്പോൾ 7 ഇഞ്ചോളം ഉണ്ട്. നമുക്ക് 2 പ്ലീറ്റ്സ് ഇതിലോട്ട് കൊടുക്കാമേ.
ബെൽറ്റ് പോലെ. അങ്ങേ സൈഡിൽ നിന്ന് 2, ഇങ്ങേ സൈഡിൽ നിന്ന് 2, ഒരു 4 പ്ലീറ്റ് മൊത്തം. ഞാനിതിപ്പം റോങ് സൈഡിലാണ് വെക്കുന്നത്. ഇങ്ങോട്ട് മറിച്ച് ഇത് 2ആയിട്ട് മടിച്ചങ്ങ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങ് കൊടുക്കുക. ലേസ് ഉണ്ടായിരുന്നത് വെച്ചാൽ നല്ലതായിരുന്നു. ലേസ് തീർന്നു പോയി. അത്രയും ലേസേ ഉള്ളായിരുന്നു. നേരത്തെ എന്തിനോ എനിക്കൊരു സാരിയുടെ ബോർഡർ വെക്കാൻ വാങ്ങിച്ച ലേസായിരുന്നു അത്. അത്രയുമേ ഉള്ളായിരുന്നു. കണ്ടോ, നന്നായിട്ടുണ്ടല്ലേ? കൈയുടെ പണി കഴിഞ്ഞ് ഇനി കൈ അറ്റാച്ച് ചെയ്യാം. കൈയുടെ ആംഹോൾ നമ്മൾ വെട്ടിയിട്ടില്ല. ഞാനിപ്പോൾ വെട്ടുക. ഇത് ഫ്രണ്ട്, ഈ കൈക്ക് വന്ന് ഇത് ഇവിടെ വെക്കാൻ. അപ്പോൾ ഇത് ഫ്രണ്ട് ആയതുകൊണ്ട് ഇവിടെ വെട്ടുക. ഇത് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ വെച്ച് നോക്കണം ആദ്യം. കൈയും വെച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് സൈഡ് അടിച്ച് സ്ലിറ്റ് അടിക്കാം. ഞാൻ പഫ് വെച്ചുകൊണ്ട് നമ്മുടെ അളവൊക്കെ മാറിക്കാണും. അപ്പോൾ അളന്ന് നോക്കാം. 5.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഒരു 5.25 ആയാലും മതി. 5.25-നുള്ളതേ ഉള്ളൂ ഇവിടെ. ഇച്ചിരി തുണി എക്സ്ട്രാ വേണമല്ലോ, ഇവിടെ വരാനില്ല. അപ്പം അത്രയും ഇച്ചിരി ലൂസ് കുറഞ്ഞാലും കുഴപ്പമില്ല. നല്ല ലൂസിലാണ് എടുത്തേക്കുന്ന അളവ്. ഇവിടെ നിന്ന് ഈ 2 ജോയിൻറ്റ് ഒരേപോലെ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഈ മാർക്കിലോട്ട് തയ്യൽ വരണം. പുതുതായിട്ട് തയ്ക്കുന്നവർ കൈക്ക് ഇവിടെ ഫുള്ളൊരു ലൈൻ കൊടുത്തിട്ട് അടിച്ചു തുടങ്ങാം. ഈ ലൈനിൽ കൂടെ അങ്ങ് തയ്ച്ചാൽ മതി. നിർത്താം. എന്നിട്ട് ആ തയ്യലിൻ്റെ പുറത്തൂടെ തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. ഞാൻ അഴിച്ചിടാവുന്ന പോലെ തയ്ക്കത്തില്ല. കാരണം ഈ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ 2-3 തയ്യൽ അഴിക്കുമ്പോൾ ഈ സൈഡ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തില്ല, ചുരുക്കടിക്കും. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഈ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തൂടി പോന്നാൽ മതി. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റിന് നമ്മൾ 1 ഇഞ്ച് തുണിയാണ് ഇട്ടേക്കുന്നത്. ഇതാണ് സ്ലിറ്റിനിട്ടേക്കുന്ന തുണി. ഈ തുണിയെ 2ആയിട്ട് മടക്കണം. ഇവിടെ നമ്മുടെ സ്ലിറ്റിൻ്റെ 1/2 ഇഞ്ച് മേളിലായിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തണം. നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ച് അതേപോലെ അവിടെ മടക്കിയതുപോലെ ഇവിടെ മടക്കണം. അതേ അളവിൽ മടക്കിയിട്ട് കാണാമോ എന്തോ, ഇതാ ഇങ്ങനെ വന്ന്
ഇവിടെ ഈ എൻഡ് വരുമ്പോൾ അവിടെ സൂചി കുത്തി നിറക്കണം. എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ സൂചി പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് എത്രയും മടക്കണോ അത് മടക്കി ഇങ്ങനെ അടിച്ചു വരിക. നെക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമാണ് തുടക്കക്കാർക്കൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്. ബാക്കി ഒന്നും ചുരിദാറിൽ വലിയ നല്ല ഒരാൾ കട്ട് ചെയ്ത് ഞാൻ പഠിപ്പിച്ചു തന്നാൽ പിന്നീട് ബുദ്ധിമുട്ട് വരത്തില്ല. ഒരു സൈഡ് സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞു. നമ്മൾ അടുത്ത സൈഡ് അടിക്കാം. ഏകദേശം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇതിനെ സെക്കൻഡ് ഒരു സൈഡിലൂടെ അടിക്കും, ഈ കോർണറിൽ കൂടെ. ഫുള്ള് എങ്ങും നിൽക്കാതെ ഫുൾ ഔട്ട്ലൈൻ ചെയ്യുന്ന പോലെ റൗണ്ട് അങ്ങ് കണ്ടോ? കൈ ചെയ്യണം. സൂപ്പറായിട്ടില്ല? ഇത് കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യണേ. ഓക്കെ, ബൈ.